ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയാൻ പോവുകയാണ്. ഇത് കൂൾ സ്കൾപ്റ്റിംഗ് അല്ലെങ്കിൽ കൂൾ ടെക്ക് അല്ലെങ്കിൽ കൂൾ ഫ്രീസിങ് അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീസിങ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്താ ഇതിന് ചെയ്യുന്നത്? പലരും വരുന്നുണ്ട്, എനിക്ക് വയറ്റിൻ്റെ അവിടുത്തെ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്, എനിക്ക് ഈ ഫ്ലാങ്സ് എന്ന് പറഞ്ഞാൽ ലവ് ഹാൻഡിൽസ്, വയറ്, ചെസ്റ്റ്, ഇവിടത്തേക്ക് ഫാറ്റ് എങ്ങനെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും? അപ്പോൾ സർജറി ഇല്ലാതെ, വേദനയില്ലാതെ നമുക്ക് ഡൗൺ ടൈം, അതായത് നമ്മളിത് ചെയ്തിട്ട് നാളെ ജോലിക്ക് പോകണം, നമുക്കൊരു ലീവ് എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ട, അങ്ങനെ എങ്ങനെ നമുക്കിത് എടുക്കാൻ പറ്റും എന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ടെക്നോളജി എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫാറ്റിനെ ഫ്രീസ് ചെയ്യുന്നു, നമ്മുടെ കൊഴുപ്പിനെ നമ്മൾ ഫാറ്റ് ഫ്രീസ് ചെയ്യുന്നു. അതായത് സ്കിന്നിൻ്റെ അടിയിലത്ത് തട്ടിയിരിക്കുന്ന ഫാറ്റിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് അതിനെ ഡെഡ് ആക്കിയിട്ട് അത് നമ്മുടെ നോർമൽ മെറ്റബോളിസം, അതായത് മലത്തിൽ കൂടെ അല്ലെങ്കിൽ യൂറിനിൽ കൂടെ ഇത് പതുക്കെ അലിഞ്ഞു പോകുന്നു. ഇതാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്താ മെത്തേഡുള്ള നേരത്തെയുള്ള മെത്തേഡ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സർജറിയാണ്, അതൊരു ലൈപ്പോസക്ഷൻ എന്നാണ്. പക്ഷേ അതുകൊണ്ടുണ്ടാവുന്ന ഇതും അതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 5 ലിറ്റർ പോയി കഴിയുമ്പോൾ വയറ് കുറയും, നല്ല ഫ്ലാറ്റാവും, ഇതാവും. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബലൂൺ പോകുന്ന പോലെ അതങ്ങ് ചുരുങ്ങുമ്പോഴത്തേനും സ്കിന്ന് ലൂസാവും. അപ്പോൾ അതിനെ ടൈറ്റ് ചെയ്യാൻ നടക്കണം. അത് വേണ്ട. ഇത് പിന്നെ ഡൗൺ ടൈമുണ്ട്, സർജറി കഴിഞ്ഞാൽ റെസ്റ്റ് വേണം, ഒരാഴ്ച റെസ്റ്റ് വേണം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറി നമുക്കിതെങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഈ മെഷീൻ നമ്മുടെ കയ്യിലുള്ളത്. പോപ്പുലറാണ്, പുതിയ ടെക്നിക്കൊന്നുമല്ല. ഇത് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 വർഷം വരെ ആയി. ഞങ്ങൾ ചെയ്യുന്നു, നല്ല റിസൾട്ടാണ്, സേഫാണ്, എഫക്റ്റീവാണ്. ഈ ഒരു പ്രോബ്, അതായത് നമ്മുടെ അവിടെ ഒരു മെഷീൻ്റെ ഒരു പ്രോബ് നമ്മളിവിടെ വയ്ക്കുമ്പോൾ ആ ഫാറ്റിനെ മാത്രം അത് ഫ്രീസാക്കിയിട്ട് അത് അലിഞ്ഞു പോകും. അപ്പോൾ ഈ പ്രോബ് വെച്ച് നമുക്ക് 1 മണിക്കൂർ കിടക്കാം. കിടന്നു കഴിയുമ്പോൾ വേദനയില്ല, കിടക്കാം, എന്താ പേഷ്യൻ്റ് സുഖമായിട്ട് കിടക്കുന്നു. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ആ അവിടുത്തെ ഫാറ്റ് ഫ്രീസ് ആകുമ്പോൾ അതിനെ പതുക്കെ മസാജ് ചെയ്ത് നമ്മൾ ഉടച്ച് കളയുന്നു. അതാണ് മെയിൻ. ഉടച്ച് കളഞ്ഞ് ക്ലീൻ ആകുമ്പോഴത്തേക്കിന് അത് പതുക്കെ അലിഞ്ഞു പോകണം. അപ്പോൾ അലിഞ്ഞു പോകാൻ ഒന്ന് ടൈം എടുക്കും, പെട്ടെന്നൊരു ട്രീറ്റ്മെൻ്റ് അല്ല. ഒരു 4 വീക്സ് കൊണ്ട് തന്നെ 4 to 6 വീക്സ് കൊണ്ട് നല്ല വ്യത്യാസം വരും. കാരണം ആ ഫാറ്റ് അലിഞ്ഞു പോകുമായിരിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് കഴിഞ്ഞ ഉടനെ പേഷ്യൻറ്റിന് എല്ലാം ചെയ്യാം, എക്സസൈസ് ചെയ്യാം, ജോലിക്ക് പോകാം, എവറിത്തിങ്. ഡൗൺ ടൈം ഇല്ല, നമുക്കൊരു റെസ്റ്റ് എടുക്കണോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷനോ ഒന്നുമില്ല. ജസ്റ്റ് 1 hour ട്രീറ്റ്മെൻറ്റ് വരെ പോകും. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ, നമുക്കിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ലൂസനിങ് വരുന്നില്ല, സ്കിൻ ടൈറ്റൻ ആവുന്നു, കാരണം ഫ്രീസിങ് ആണ്. അപ്പോൾ സ്കിൻ ടൈറ്റനിങ്, അപ്പോൾ ഒരു ടൈറ്റനിങ് കിട്ടുന്നു, അബ്ഡോമൻ ലൂസ് ആവുന്നില്ല, ഫിറ്റായിരിക്കുന്നു. അപ്പോൾ വേറൊരു സർജറിയോ അല്ലെങ്കിൽ ടൈറ്റനിങ്ങിന് പോകേണ്ട കാര്യമില്ല. പിന്നെ മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ, ഈ ഫാറ്റിനെ ഫ്രീസ് ആക്കി, അപ്പോൾ ഡെഡ് ആവും, ഫാറ്റ് സെൽസ് ഡെഡ് ആവും. അപ്പോൾ ഈ ഡെഡ് സെൽസ് പിന്നെ വീണ്ടും പെട്ടെന്ന് ഉണ്ടാവില്ല. അപ്പോൾ മറ്റേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് സെൽസ് അവിടെ തന്നെ ഇരിക്കുകയാണ്, അത് വീണ്ടും ഡെവലപ്പ് ചെയ്യും. ഇത് ഡെഡ് ആവുന്നതുകൊണ്ട് വീണ്ടും ഫാറ്റ് സെൽസ് റീജനറേറ്റ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ പെട്ടെന്നൊരു ഉണ്ടാവത്തില്ല. ഒരു സിംഗിൾ ട്രീറ്റ്മെൻറ്റ് 1 hour ട്രീറ്റ്മെൻറ്റ് പോവാം. അതിന് കുറച്ചേ ഉള്ളൂ, ഒന്ന് മസാജ് ചെയ്യേണ്ടി വരും, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞാൽ, ചിലപ്പോൾ പലപ്പോഴും ഈ കൂൾടെക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ ഈ ഫാറ്റ് ഫ്രീസ് ചെയ്ത് കട്ടിയിരിക്കുമല്ലോ, ആ കട്ടി ചിലപ്പോൾ അങ്ങനെ ഇരിക്കും. കാരണം ഇതൊന്നും ഉടച്ച് കളഞ്ഞാൽ അത് പെട്ടെന്ന് പോകും. അപ്പോൾ പലരും ഒരു കോംപ്ലിക്കേഷൻ അല്ല, വേറൊരു ഇതായിട്ട് വരുന്നുണ്ട്, ഡോക്ടർ ഇത് ചെയ്തിട്ട് അത് തടിച്ചു വന്നു, അത് ഫാറ്റ് ഫ്രീസായി വേറൊരു മുഴ പോലെ ഇരിക്കുന്നു. അതല്ല ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഫാറ്റ് ചിലപ്പോൾ അലിഞ്ഞ് പോകത്തില്ല, അത് ഫ്രീസായിട്ട് അവിടെ ഇരിക്കുക, അതിനെ കുറച്ച് മസാജ് ചെയ്യേണ്ടി വരും. ചിലപ്പം ഈ ചിലവർക്ക് ഇത് വരുന്നുണ്ട്, ഫാറ്റ് മഴയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കൊടുത്താൽ ഒരു ഹൈഫൂന്ന് ട്രീറ്റ്മെൻറ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് അലിഞ്ഞു പോകും. അല്ല, ഇതുവരെ ഞങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. വെരി സേഫ്, വെരി എഫക്റ്റീവ്.